ഇന്നലെ രാത്രി ഞാൻ നമുക്ക് റൂമിൽ ഇരിക്കുമായിരുന്നു. ഇന്ന് പരിപാടിയുള്ള കാര്യം നേരത്തെ ഞങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ട് നിന്ന് രാത്രി തോരണങ്ങളും കാര്യങ്ങളും എല്ലാം കെട്ടണമെന്ന് നമ്മൾ പറഞ്ഞു വെച്ച കാര്യമാണ്. അൻസറിനെ 8:30 വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് വാടാ കോളേജിലോട്ട് വാ, നമുക്ക് നാളെ പരിപാടിയല്ലേ, നാളെ കോളേജിൽ തോരണങ്ങളും കൊടികളെല്ലാം കെട്ടണ്ടേ. ഞാനങ്ങനെ പെട്ടെന്ന് അൻസലിനെ കാണാനായിട്ട് കോളേജിൻ്റെ ഓട്ടോയിൽ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് വരെ ചെന്ന്. ഓട്ടോയിൽ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് ഒരു 10-20 വണ്ടി പോലീസുകാർ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ഞാനും ആദ്യത്തിന് കെമിക്കലിലൊരു വിദ്യാർത്ഥിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഓടി ഇവിടെ വന്നു. ഹോസ്റ്റലിൽ നിന്ന് ആദ്യമേ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഫുള്ള് വണ്ടികളും ആൾക്കാരും എല്ലായിട്ടും നിറഞ്ഞിരിക്കുക. ഞാൻ നിന്നിട്ട് ആദ്യമേ ആദിലെ റൂമിലെ കൂടുതൽ ആൾക്കാരുള്ളത്, ആദിലെ റൂമിലോട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞ് ഇവിടെ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഇത് നിൻ്റെ റൂമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ റൂമല്ല സാറേ, എൻ്റെ റൂം മേളിലാണ്. ഞാൻ പറഞ്ഞു സാറേ ഞാൻ യൂണിയനുള്ള, നാളെ കോളേജിൽ പരിപാടിയൊക്കെ ഉള്ള യൂണിയനാണ്, ഞങ്ങൾക്ക് എന്താ വേണം, ഈ യൂണിയനാണോ വലുത് പോലീസുകാരാണോ വലുത്, അങ്ങനെയൊക്കെ കുറേ എൻ്റെ അടുത്ത് പോലീസുകാർ ഞാൻ പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് ഞാൻ ഇത് രക്ഷപ്പെടാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഇത് പോലീസുകാർ എന്നെ വിളിച്ചിട്ട് മേലോട്ട് എൻ്റെ റൂമിൽ കൊണ്ട് കാണിച്ചപ്പോൾ എൻ്റെ റൂമിലും ആൾക്കാർ പറഞ്ഞിട്ട് ഇത് നിൻ്റെ റൂമാണോ, നിൻ്റെ റൂമിൽ സാധനം ഉണ്ടല്ലോ, അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കബോർഡിലൊന്നുമില്ല, എൻ്റെ ഷർട്ടിലൊന്നുമില്ല, എൻ്റെ പാൻറ്റിലൊന്നുമില്ല, ഞാൻ ഇവിടെ കയറി വന്നു, എൻ്റെ ദേഹം പരിശോധിച്ചു, എൻ്റെ ദേഹത്തൊന്നുമില്ല, ഞാനൊന്നും ഉപയോഗിച്ചിട്ടുമില്ല. ഞാൻ ഇതുവരെ ഇതൊരു കാര്യങ്ങൾ ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ്. എൻ്റെ ഈ കോളേജിൽ ഞാൻ 3 വർഷം കോളേജിൽ പഠിക്കുന്നത്. ഈ 3 വർഷമായിട്ട് ഈ കോളേജിൽ തന്നെ മര്യാദ എല്ലാ ടീച്ചർമാരുടെ അടുത്തും സാറന്മാരുടെ അടുത്തും വിദ്യാർത്ഥികളുടെ അടുത്തും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടാണ് ഞാൻ നടന്നത്. ഈ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ കുറച്ച് പഠനത്തിന് പുറകോട്ട് നിന്നുണ്ടായാലും ആ കുറവുകളൊക്കെ കുറേ സപ്ലികളും ഉണ്ട്. ഞാൻ ഈ 3ാമത്തെ വർഷം എങ്ങനെയൊക്കെ ഒരു ജോലി മേടിക്കാമെന്ന് വിചാരിച്ചാൽ ഈ 3ാമത്തെ വർഷമാണ് ഞാനിന്ന് പഠിച്ചു തുടങ്ങി, സപ്ലികളെല്ലാം കയറി തുടങ്ങി. അപ്പോഴാണ് ഈ അടുത്ത പ്രശ്നം പോലെ ഇത് കൊണ്ടുവന്ന് എൻ്റെ തലയിലിട്ട് തരുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കിതൊന്നും അറിയാത്ത കാര്യങ്ങളാണ് സാറേ. ആദ്യത്തിന്റെ റൂമിൽ ഞാൻ വന്ന് നോക്കപ്പോൾ എല്ലാം താഴെയും മറ്റേ അടുത്തെല്ലാം ചെതറി കിടക്കുക, താഴെയും ടേബിളിലെല്ലാം ചെതറി കിടന്നിട്ട് കുറെ കുപ്പികൾ എടുത്ത് ടേബിളിന് മേടിച്ചിട്ടുണ്ട്. എന്റെ റൂം അവിടെ നിന്ന് പിടിച്ചെടുത്തതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വന്നപ്പോ അല്ല അവരുടെ കയ്യിലുണ്ട് സാധനം. എന്നെ ആദ്യമേ കൊണ്ടുപോയി എന്റെ റൂമിലോട്ടല്ല, പക്ഷെ എന്നെ ആദ്യമേ കൊണ്ടുപോയത് ആകാശിന്റെ റൂമിലോട്ട്. ആകാശിന്റെ റൂമിൽ കുറെ താഴെ കുറെ കിടപ്പുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ പറഞ്ഞു സാറേ ഞാൻ യൂണിയനുള്ള ഞാൻ നാളെ പരിപാടിയുണ്ട് സാറേ, നാളെ പരിപാടിയുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. സാറ് നീ യൂണിയനുള്ളതാണോ, നീ അങ്ങനെ പോകണ്ട, നീ ഇത് വലിയ ആ കൊമ്പത്താളാണോ, നീ മേലോട്ട് വരാൻ പറഞ്ഞിട്ട് മേലോട്ട് കൊണ്ടുപോയി. പരിചയമില്ലാത്തൊരു കോള് അതാരാണ് അങ്ങനെ വന്നു പോകുന്നുണ്ട്, കുറെ പേര് വന്നു പോകുന്നുണ്ട്. നമ്മളല്ല, പരാതി കോളേജിൽ തന്നെ ഉണ്ട് നമ്മുടെ. ഇല്ല നമ്മൾ കണ്ടിട്ടില്ല. നമ്മള് സാറുമാര് കണ്ടിട്ടുള്ളവർ പറയുന്നുണ്ട്, വന്നിരുന്നു പറയുന്നുണ്ട്, ആർട്ടി പറയുന്നുണ്ട്. ആകാശ് എന്റെ കൂട്ട് തന്നെ കോളേജിൽ നല്ലപോലെ നടക്കുന്നൊരു വ്യക്തിയാ. ആകാശിനും യാതൊരു പ്രശ്നമില്ലാത്ത. ഞാനും ആകാശും ഒരു റൂമിലല്ല, അല്ല ഞാനും ആദ്യത്തിന് ഒരു റൂമില്. ആ റൂമിൽ ഞങ്ങൾ 2 പേര്. ഞങ്ങള് പ്രശ്നം നടക്കുന്നത് ഞങ്ങൾ 2 പേര് റൂമിലില്ല. റൂം നമ്മളങ്ങനെ പൂട്ടാറില്ല. ഇല്ല, ആകാശം ഇവിടെ ഇല്ല. എന്റെ ആദ്യമേ എന്നെ കണ്ടിട്ട് ഇവിടുന്ന് സാർ വന്ന് ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചപ്പോ എന്നെ ഉണ്ട്. ആകാശ് അവിടെ ഇല്ലായിരുന്നു. ആകാശ് പിന്നെ അവർ കൊണ്ടുവന്നാന്ന് പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് അഭിരാജിനെ കൊണ്ട് മുകളിൽ അഭിരാജിന്റെ മുറിയിലേക്കാണ് പോയത്. പിന്നെ എന്റെ റൂമിലോട്ട് പോയി. മുറി പോകുമ്പോൾ അവിടെ സാധനം ഉണ്ടായിരുന്നു.